പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി. എൻ്റെ ആലയം പ്രാർത്ഥനാലയം ആകും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. പെസഹ പെരുന്നാളിനോടനുബന്ധിച്ച് യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്ര പ്രവാചക സന്ദേശത്തിൻ്റെ പൂർത്തീകരണവും മശിഹ സങ്കല്പങ്ങളുടെ നിറവേറ്റപ്പെടലുമായിരുന്നു. ഇവിടെ യെരുശലേമിന് ചുറ്റുമുള്ള എല്ലാ യഹൂദന്മാരും പെരുന്നാളിൽ പങ്കെടുക്കുന്നതിനാൽ യെരുശലേമും അതിനു ചുറ്റും ജനനിബിഡമായിരുന്നു. യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളും പഠിപ്പിക്കലുകളും ശ്രദ്ധിച്ച ഒരു കൂട്ടം യഹൂദർ യേശുവിനെ വരുവാനുള്ള മശിഹ ആയി കാണുന്നു. മശിഹ പ്രത്യക്ഷനാകുമ്പോൾ റോമൻ അധിനിവേശത്തിൽ നിന്ന് തങ്ങളെ സ്വാതന്ത്ര്യത്തിൻ്റെ പുത്തൻ സങ്കല്പങ്ങളിലേക്ക് നയിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അധികാര സങ്കല്പങ്ങളുടെ വിമോചനത്തിൽ നിന്ന് വ്യത്യസ്തമായി അസമത്വത്തിൽ, അപമാനത്തിൽ, അസുഖകരമായ അനുഭവങ്ങളിൽ അടിമപ്പെട്ടവർക്കുള്ള വിടുതലും വിമോചനവുമായിരുന്നു ക്രിസ്തു. പാപക്ഷമയിലൂടെ സൗഖ്യത്തിൻ്റെ പൂർണ്ണത പ്രദാനം ചെയ്യുന്ന വലിയ വിമോചകനായിരുന്നു കഴുതമേൽ കയറി വന്ന ഈ രാജാവ്. നമ്മെ അടിമപ്പെടുത്തിയിരിക്കുന്ന പുതിയ അടിമത്ത അനുഭവങ്ങളിൽ നിന്ന് വിമോചനം നൽകുവാനുള്ള ഉൾവിളിയായി ഇതിനെ നാം കാണണം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ആകയാൽ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ നിന്നും അശുദ്ധമായതിനെയെല്ലാം നമുക്ക് തുടച്ചു നീക്കാം. ഹൃദയത്തെ ഒരു പ്രാർത്ഥനാലയമായി രൂപാന്തരപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുന്ന് ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും പ്രതീകമായ കഴുതക്കുട്ടിമേൽ കയറി ദേവാലയ ശുദ്ധീകരണം നടത്തിയതുപോലെ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് ഒരു സമൂല പരിവർത്തനം നടത്തി അങ്ങയുടെ ആലയങ്ങളായി അടിയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ആമീൻ.